നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ഇഡി പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് ഇഡി പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ റെയ്ഡ്. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ വരെ നീട്ടാൻ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ ഓടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിനുകളാണ് നീട്ടിയത്. ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് അപകടം. കൊല്ലം പരവൂർ ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. ബൈക്ക് യാത്രികൻ മരത്തിന്റെ അടിയിൽപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക പ്രവർത്തനങ്ങളെയും പരീക്ഷ നടത്തിപ്പിനെയും കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സർവകലാശാല അധികൃതർ. സർവകലാശാലയിലെ ഒരു പ്രോഗ്രാമുകൾക്കും സെമസ്റ്ററിലാകില്ല. അക്കാദമിക കലണ്ടർ പ്രകാരം പരീക്ഷകൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും സർവകലാശാല. വിശദമായ വാർത്തകളിലേക്ക്. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ഇഡി പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേരുടെ വീടുകളിൽ ഇഡി പരിശോധന നടത്തിയത്. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെയും കൊല്ലം സ്വദേശി സുധീറിന്റെയും വീടുകളിലാണ് ഇഡി പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും രേഖകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡി നടപടി. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവയവദാനത്തിന്റെ മറവിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു പരിശോധന. ഇതേസമയം അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് 5 ഇടത്താണ് ഇഡി റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികൾ, കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികൾ എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ നിർണായക നീക്കം. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. പരിശോധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി കുറഞ്ഞ തുക നൽകിയാണ് ഇവരുടെ അവയവങ്ങൾ സംഘം കൈക്കലാക്കിയിരുന്നത്. ഇതേ അവയവങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി മറിച്ചു വിറ്റു. അവയവദാനത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാൻ ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും ഇവർ നിർമ്മിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം നടത്തി. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ പോരാട്ടം ദളിതർ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ മഹാനായ നേതാവും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷകനുമായ അയ്യൻകാളിയുടെ പോരാട്ടം ദളിതർ ഏറ്റെടുക്കണമെന്ന് DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അയ്യൻകാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതി, സമത്വം, വിദ്യാഭ്യാസാവകാശം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിച്ച അയ്യൻകാളിയുടെ സംഭാവനകൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 85 വർഷങ്ങളാണ്. അപ്പൊ 85 വർഷത്തിനും മുൻപാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കണക്ക് നോക്കിയാൽ 1940-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. 40-41. അതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം, അത് ജീവിച്ചിരുന്ന ആളുകളെ ഇവിടെ ഇപ്പോൾ ആലോചിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്നും വിവേചനങ്ങൾ നിലനിൽക്കുകയാണ്. ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ രാജ്യത്തെ ഉണ്ടായെങ്കിലും സാമൂഹിക തിന്മകൾ ഇത് നമ്മുടെ രാജ്യത്തുണ്ട് എന്നതിൽ യാതൊരു സംശയവും. പ്രസംഗത്തിലൊക്കെ നമ്മൾ പറയും എല്ലാവരും ഒന്നാണ്, യാതൊരു ജാതി വിവേചനവും ഇല്ല. പക്ഷെ കാര്യങ്ങളോട് അടുക്കുമ്പോൾ ഇന്നും
ജാതിയും മതവും പിന്നോക്ക വിഭാഗങ്ങൾ ആ വേർതിരിവുകൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കും. പക്ഷെ അന്നത്തേതിൽ നിന്ന് ഒരുപാട് മാറുവാൻ നമ്മുടെ രാജ്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റമെങ്കിലും ഉണ്ടായി. മഹാനായ അയ്യങ്കാളിയെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത് കേരളത്തിൽ. അയ്യൻകാളിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ സുബ്രഹ്മണ്യം, രഞ്ജിനി സൂര്യകുമാർ, മുഖത്തല ഗോപിനാഥൻ, CK രവീന്ദ്രൻ, ബാബു പേരാൻതൊടിയിൽ, ആശാലത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്രെയിൻ മറിഞ്ഞ അപകടം. ചക്കവള്ളി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെ ക്രെയിൻ മറിയുകയായിരുന്നു. ആളപായമില്ല. ചക്കുവള്ളി ജംഗ്ഷന് സമീപം ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരം മുറിച്ചു നീക്കുന്നതിനിടെ ശിഖരങ്ങൾ താങ്ങി നിർത്താൻ ഉപയോഗിച്ച ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്നാണ് മറിഞ്ഞ ക്രെയിൻ ഉയർത്തി മാറ്റിയത്. അപകടത്തിൽ ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിനുകൾ നീട്ടാൻ തീരുമാനം. ജൂലൈ മാസം വരെ നീട്ടാനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലോടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ജൂലൈ മാസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചത്. IT ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നതാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ജൂലൈ മാസത്തേക്ക് കൂടി നീട്ടാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു സർവീസുകളാണ് നീട്ടിയത്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:25 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരം നോർത്തിലെത്തുന്ന സർവീസും ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ബുധനാഴ്ച രാവിലെ 8:30 ബംഗളൂരുവിലെത്തുന്ന സർവീസും ജൂലൈ വരെ നീട്ടിയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 7:25 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരത്ത് എത്തുകയും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ 8:30 ബംഗളൂരുവിൽ എത്തുകയും ചെയ്യുന്ന സർവീസും നീട്ടി. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 10 ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരത്ത് എത്തുകയും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ഞായറാഴ്ച രാവിലെ 8:15 ബംഗളൂരുവിൽ എത്തുകയും ചെയ്യുന്ന സ്പെഷ്യൽ സർവീസും നീട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ നീട്ടിയത് താൽക്കാലികമായി ആശ്വാസമാണെങ്കിലും റെയിൽവേയുടെ കൺകെട്ടു വിദ്യയാണ് ഇതെന്ന് യാത്രക്കാരുടെ വിവിധ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്പെഷ്യൽ എന്ന പേരിൽ സാധാരണ ട്രെയിനുകളെക്കാൾ ഉയർന്ന ചാർജ് ഈടാക്കി യാത്രക്കാരെ പിഴിഞ്ഞെടുക്കുന്ന റെയിൽവേ നയത്തിനെതിരെ കടുത്ത അമർഷവുമുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പകരം കുറഞ്ഞ നിരക്കിലുള്ള സ്ഥിരം ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ മലയോര ഗ്രാമങ്ങളും കട്ടൌട്ടുകളും ബോർഡുകളും സ്ഥാപിക്കുകയും പന്തയും വെച്ചുമെല്ലാം മലയോര പ്രദേശങ്ങളും ഫുട്ബോളിന്റെ ആവേശത്തിൽ നിറയുകയാണ്. പത്തനാപുരം, ചേകം, കടക്കാമൺ എന്നിവിടങ്ങളിൽ ഫുട്ബോൾ ചർച്ചകളും അവലോകനങ്ങളും ഉൾപ്പെടെ നടക്കുന്നു. ലോകമാകമാനം ഒരു പന്തിനെ ചുറ്റിപ്പറ്റിയുള്ള ആവേശത്തിലാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലും സജീവമാണ്. പത്തനാപുരം, ചേകത്തും കടക്കാമണ്ണിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലോകകപ്പ് ഫുട്ബോൾ ടീമുകളുടെ ആരാധകരും ഏറെയാണ്. കട്ടൌട്ടുകളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ച് ഇവർ തങ്ങളുടെ ആവേശം പങ്കുവയ്ക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഫുട്ബോൾ ചർച്ചകളും അവലോകനങ്ങളും ഉൾപ്പെടെയാണ് യുവാക്കളടങ്ങുന്ന കൂട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രോഗ്രസീവ് ക്ലബിന്റെ അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. എന്നാൽ വ്യത്യസ്ത ടീമുകളുടെ ആരാധകരുമാണ് ഇവർ. പോർച്ചുഗൽ ടീമിനെ കൂടുതൽ അംഗങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കും ആരാധകർ ഏറെയാണ്. ലോകകപ്പ് ഖത്തർ ടീമിലിടം നേടിയ ആദ്യ മലയാളി തഫ്സീൻ മുഹമ്മദിനും ഖത്തർ ടീമിനും ഇവിടെ ആരാധകരുണ്ട്. റൊണാൾഡോയുടെയും മെസ്സിയുടെയും നെയ്മറുടെയും തക്സീന്റെയും ഒക്കെ ചിത്രങ്ങളും പേരും പതിച്ച ജെയ്സിയും ബൂട്ടും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരും ഇവിടെയുണ്ട്. പകലും രാത്രിയുമായി ഫുട്ബോൾ മത്സരം തത്സമയം കാണാനായി സ്ക്രീനുകളും ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീണ അപകടം. കൊല്ലം പരവൂർ ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. ബൈക്ക് യാത്രികൻ മരത്തിന്റെ അടിയിൽപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരവൂർ ജംഗ്ഷനിൽ നിന്ന് ആൽമരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. ജംഗ്ഷനിൽ വൺ വേ റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് ശിഖരം ഒടിഞ്ഞു വീണത്. ഈ സമയം വൃക്ഷത്തിന് സമീപത്തും റോഡിലും നിന്നവർ ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. ഈ സമയം ഇതുവഴി വന്ന ബൈക്ക് യാത്രികൻ മരത്തിന് അടിയിൽപ്പെട്ടെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശിഖരം വീണ് വൈദ്യുതി കമ്പികളും പൊട്ടി. പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി. KECB അധികൃതർ എത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റായി എസ് ദേവരാജിനെയും ജനറൽ സെക്രട്ടറിയായി ജോജോ കെ എബ്രഹാമിനെയും തിരഞ്ഞെടുത്തു. ഏകോപന സമിതി ജില്ലാ ദ്വൈവാർഷിക കൌൺസിൽ യോഗമാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ദ്വൈവാർഷിക കൌൺസിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. എസ് ദേവരാജനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാമിനെ ജനറൽ സെക്രട്ടറിയായും ബി രാജീവ്, എസ് കബീർ, എസ് നൌഷാറുദ്ദീൻ, എൻ രാജീവ്, MM ഇസ്മയിൽ, ആർ വിജയൻപിള്ള, AK ഷാജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും F ആന്റണി, S രമേശ് കുമാർ, D വാവച്ചൻ, B പ്രേമാനന്ദ്, AK ജോഹർ, G രാജൻ കുറുപ്പ്, S സാദിഖ, D വാവച്ചൻ, B പ്രേമാനന്ദ്, AK ജോഹർ, G രാജൻ കുറുപ്പ്, S സാദിഖ, D മാമച്ചൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. A അൻസാരിയാണ് ട്രഷറർ. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് ദ്വൈവാർഷിക കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വഴിയോര വ്യാപാരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാന്തര വ്യാപാരം, ഓൺലൈൻ വ്യാപാരം, വ്യാപാര മന്ത്രാലയം യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം, അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം, ചെറുകിട പട്ടണങ്ങളിലേക്കുള്ള കുത്തകളുടെ കടന്നുവരവ് തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല നമ്മുടെ വ്യാപാരി സംഘം മാസികയിൽ അതിശക്തമായ ഭാഷയിൽ സിവിൽ സ്കോറിന്റെ ദോഷവശങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിൽ ഇംഗ്ലീഷ് കോപ്പി ബഹുമാനപ്പെട്ട ധനമന്ത്രിക്കും റിസർവ് ബാങ്കിനും അയച്ചു. എന്നിട്ട് ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് റിസർവ് ബാങ്ക് ഓഫീസിൽ ബന്ധപ്പെട്ടു വിശദമായ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ 28 സംസ്ഥാനങ്ങളിലും സിവിൽ സ്കോർ നമ്മുടെ സാമ്പത്തിക നില എത്ര മെച്ചപ്പെട്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് സിവിൽ സ്കോർ പോയാൽ നമുക്ക് ബാങ്ക് ലോൺ കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അത് വിശദമായ റിപ്പോർട്ടുകൾ റിസർവ് ബാങ്കിന്റെ നൽകാൻ 2014 മുതൽ 2025 വരെ അരങ്ങാപ്പാറെടുത്ത റിസർവ് ബാങ്ക് പല എംപിമാരുടെ കൊടുത്ത് റിസർവ് ബാങ്ക് പ്രിയമുള്ള ചരിത്രത്തിൽ ആദ്യമായി റിസർവ് ബാങ്കിന്റെ യോഗം കൂടി തീരുമാനിച്ചു. ഇനി മുതൽ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ സിവിൽ സ്കോർ മാത്രം നോക്കണ്ട, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുകൂടെ പരിഗണിച്ച് ലോൺ കൊടുക്കാൻ അധികാരം മാറ്റി കൊടുക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു, വ്യാപാരി സംഘം മാസികയ്ക്ക് കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം പറയുകയാണ്. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കാരണം ഒരു യൂണിറ്റിൽ 10ലധികം ആളുകൾ ചേരാൻ തയ്യാറായി വരുന്നെങ്കിൽ ആ യൂണിറ്റ് അവരുടെ യൂണിറ്റ് ഭാരവാഹികൾ അവരുടെ ആ ലിസ്റ്റ് സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന മുറയ്ക്ക് അവർ പണം വാങ്ങി ജില്ലയിലേക്ക് അടയ്ക്കുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകി അത് പൂർത്തീകരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ചേരുന്ന ആളുകളെ സ്വീകരിക്കാൻ കഴിയും. ജനാധിപത്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്താണെന്ന് അക്കമിട്ട് നിർത്തിയപ്പോൾ അത് അംഗീകരിക്കാനും അനുസരിക്കാനും
കൊല്ലം ജില്ലയിലെ പ്രബുദ്ധരായിട്ടുള്ള വ്യാപാരി വ്യവസായി സമൂഹം കൗൺസിൽമാരെടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടം. ഇന്ന് 900ഓളം മെമ്പർമാർക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരം അതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിക്കണം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യം എത്രയോ മുന്നോട്ടേക്ക് നീങ്ങി. സംഘടന രൂപീകരിക്കുമ്പോഴുള്ള പ്രശ്നമാണോ ഇന്ന് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്നത്? ഇന്ന് വിദ്യാഭ്യാസം ആര് ചെയ്യണം, വ്യാപാരം ആര് ചെയ്യണം എന്ന തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. നമ്മുടെ കടയുടെ മുന്നിൽ വഴിയോര വ്യാപാരം തഴച്ചു വളരുന്നു. അവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനം ഒരു ഭാഗത്ത് നടത്തുന്നു. പോലീസ് അസോസിയേഷൻ വ്യാപാര മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം, വ്യവസ്ഥാപിതമായ വ്യാപാരം ചെയ്യുന്നവർക്ക് അടച്ചുപൂട്ടാൻ കഴിയുന്ന നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക പ്രവർത്തനങ്ങളെയും പരീക്ഷാ നടത്തിപ്പിനെയും കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് ചാൻസലർ, രജിസ്ട്രാർ എന്നിവർ പറഞ്ഞു. സർവകലാശാലയിലെ ഒരു പ്രോഗ്രാമുകൾക്കും സെമസ്റ്റർ ലാഗില്ല. അക്കാദമിക കലണ്ടർ പ്രകാരം പരീക്ഷകൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക പ്രവർത്തനങ്ങളെയും പരീക്ഷ നടത്തിപ്പിനെയും കുറിച്ച് സമീപകാലത്ത് ചില പ്രചാരണങ്ങൾ നടന്നു വരുന്നുണ്ട്. സർവകലാശാലയിൽ നിലവിൽ ഒരു പ്രോഗ്രാമുകൾക്കും യാതൊരുവിധ സെമസ്റ്റർ ലാഗും ഇല്ലെന്നും എല്ലാ പരീക്ഷകളും മുൻകൂട്ടി നിശ്ചയിച്ച അക്കാദമിക് കലണ്ടർ പ്രകാരം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് VP, രജിസ്ട്രാർ ഡോക്ടർ അഭിലാഷ് ബാബു, ഫിനാൻസ് ഓഫീസർ ശരണ്യ MS, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ അനന്തലക്ഷ്മി S, സൈബർ കൺട്രോളർ ബിജുമോൻ T എന്നിവർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റീസെൻ്റായിട്ട് കുറേ പത്രമാധ്യമങ്ങളും ഫേസ്ബുക്ക് വഴി ഒരുപാട് പ്രചരണങ്ങൾ വരുന്നു, അടിസ്ഥാനരഹിതമായ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ ഒരു മറുപടി പറയാൻ കൂടിയാണ് നമ്മളിത് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സും കൂടെ ആദ്യമായിട്ടാണ് ഇതുപോലെ പ്രസ് കോൺഫറൻസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ പലരും നമ്മൾ പത്രവഴി മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിലേക്ക് നമുക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ശരിക്കും UGCയിൽ 3 മോഡേൺ അപ്ലോഡ്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, ഞാനിത് മൊത്തം നിങ്ങളെ തന്നിട്ടുണ്ട്. എല്ലാം അതേകണക്ക് ഞാൻ വായിക്കുന്നില്ല, എൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രം പറയാം. പ്രൈവറ്റ് ഓൺലൈൻ മോഡ്, ഡിസ്റ്റൻസ് മോഡ്, കൺവെൻഷൻ മോഡ് മാത്രമേ ഉള്ളൂ. UGC പ്രകാരം അപ്ലോഡ് മോഡ്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു മോഡില്ല. അല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. ഞാനിവിടെ വന്നത് റൂൾ പറയാനാണ്. നോട്ട് ഐ ആം എഗൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു മോഡില്ല. അത് ഇപ്പോൾ ടോട്ടലി ഇല്ലീഗലാണ്. അത് പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന് പറയും. അതിനിപ്പം UGC ഒരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ പുറമെ ഏത് മോഡാക്കി വെക്കണമെന്ന് പറയും. അതായത് ഒന്ന് റെഗുലർ മോഡാണോ, ഓൺലൈൻ മോഡാണോ, കൺവെൻഷൻ മോഡാണോ, കമ്പൽസറി ആയിട്ട് അത് ചെയ്യണമെന്ന് UGCയുടെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ 84,000-ലധികം പഠിതാക്കളാണ് വിവിധ പ്രായത്തിൽ വിവിധ കോഴ്സുകളിലായി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത ശമ്പളമുള്ള ജോലികളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ളതാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള പ്രചാരണവും കണ്ടു. യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യതയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത്തരം പ്രചാരണങ്ങൾ. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ നിയമനങ്ങളും സർക്കാർ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും നിയമനങ്ങളിൽ നടക്കുന്നില്ല. സാധാരണക്കാരായ പഠിതാക്കളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും സർവകലാശാലയുടെ സുഗമമായ നടത്തിപ്പിന് ഏവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും സർവകലാശാല അധികൃതർ അഭ്യർത്ഥിച്ചു. അപ്പൊ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തുന്ന കുട്ടികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഏത് മോഡ് വെക്കും? പ്രൈവറ്റ് രജിസ്ട്രേഷൻ വെക്കാൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്. റെഗുലർ മോഡ് വെക്കാൻ പറ്റും, അത് ഇല്ലീഗലാണ്. അപ്പൊ അവർ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. അത് മറച്ചു വെച്ചോണ്ടാണ് ഇപ്പോഴും പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ നടക്കുന്നത്. അത് പാവപ്പെട്ട കുട്ടികളാണ് ഇന്നത്തെ വന്ന് പെടുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി, എത്രയോ പാവപ്പെട്ട കുട്ടികളെ ഇതിനകത്ത് പെടുന്നത്. അത് അവർ ഫീസ് കുറവാന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടാണ് എന്നുള്ള ഒരു ഇഷ്യൂ വരുന്നത്. നമ്മളിപ്പം കുറേ പാറ കോളേജുകാരുടെ പിന്നിലുണ്ട്. നമ്മൾ ഒരുപാട് പാറ കോളേജ് നമ്മളോട് സഹായിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് അതിനകത്ത് പിന്നിലുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കി കുറേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടി ഇപ്പോഴും ശ്രമിച്ചെടുക്കുകയാണ്. ഇതാണ് യഥാർത്ഥ അവരാണ് നമുക്കുള്ള ഒരു 60% പരാതി. അത് ഒരു പർട്ടിക്കുലർ ഏരിയ എന്നൊക്കെയാണ് വരുന്നത്. അപ്പം നോക്കിയാൽ എനിക്ക് ഇന്നലെ ഒരു പരാതി ഉണ്ട്. 50 പേര് സൈൻ ചെയ്ത ഒരു പരാതി. ഞാൻ ഈ 50 പേര് അവൻ്റെ മൊബൈൽ നമ്പർ തന്നിട്ട് 50 പേരെ ഞാൻ നേരിട്ട് വിളിച്ചു. അവർ അറിഞ്ഞിട്ടില്ല.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വർണവും പണവും മോഷ്ടിച്ച സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. അഞ്ചലിലെ സ്വകാര്യ ബസ് ഡ്രൈവറായ ജിതിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 12,000 രൂപയും 2.5 പവൻ സ്വർണവുമാണ് അപഹരിച്ചതെന്നാണ് പരാതി. അഞ്ചൽ ഏരൂരിലെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ ജിതിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വർണവും പണവും നഷ്ടപ്പെട്ട ഷീജ സുഗതൻ ദമ്പതികളുടെ മകന്റെ സുഹൃത്താണ് ഇയാൾ. മോഷണം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ജിതിൻ മാത്രമാണ് വീട്ടിൽ വന്നിട്ടുള്ളത് എന്ന് ദമ്പതികൾ പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ മനസ്സിലാക്കുന്നത്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം 17-ന് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഏരൂർ പോലീസിൽ പരാതി നൽകി. അഞ്ചൽ കോളേജ് ജംഗ്ഷനിലുള്ള ജിതിൻ ഏലിയാസിന്റെ വാടക മുറിയിൽ നിന്നും ഏരൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 12,000 രൂപയും 2.5 പവന്റെ സ്വർണവുമാണ് മോഷണം പോയതെന്നാണ് പരാതി. ഇയാളെ റിമാൻഡ് ചെയ്തു. ചേട്ടൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച കിടന്ന് രാത്രി വെളുപ്പിനെ ഒരു 4 മണിയായപ്പോഴത്തേനും മരിപ്പിന് പോയിട്ട് തിരിച്ച് രാത്രി 1 മണിയായപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് രാവിലെ 10 മണിക്ക് പോകുമ്പോൾ ഞാൻ സ്വർണവും പൈസയും ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഒരു അലമാരയെ വെച്ച് കൂട്ടിയിട്ട് വേറൊരു അലമാരയെ കൊണ്ടുവന്ന് ബാഗിനകത്ത് വെച്ചിട്ട് പോയി. തിരിച്ച് ഞങ്ങൾ മരുന്ന വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ഇന്നാണ് വരുന്നത്. ഇന്ന് വന്ന് അതിനകത്തുനിന്ന് പൈസ നോക്കുമ്പം പൈസയും കണ്ടില്ല, സ്വർണവും കണ്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ പരാതി കൊടുക്കാൻ വന്നത്. അപ്പം മോൻ ഇടയ്ക്ക് വന്നായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ അവൻ്റെ കൂടെ ചോദിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ജിതിൻ ഏലിയാസ് എന്ന് പറയുന്നൊരു ആൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അവൻ്റെ താക്കോല് കൊടുത്തിട്ട് പോയിരുന്നു. അവൻ ഒരു ദിവസം കിടന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ട് പോയി. അപ്പം മോൻ ജോലിക്ക് പോയായിരുന്നു ഇന്ന്. അപ്പം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, മോനെ ഇത് കണക്ക് സ്വർണവും പൈസയും കാണുന്നില്ല, അപ്പം നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൻ വന്ന് ഇങ്ങനെ ഏരിയാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ നമുക്ക് ഇവിടെ വന്ന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഏലിയാസിന് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശിവസേന കൊല്ലം ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം 19-ന് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും. ആശ്രാമത്താണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ കൊല്ലം ജില്ലാ ഓഫീസ് ഉദ്ഘാടനം ജൂൺ 19-ന് നടക്കും. കൊല്ലം ആശ്രമത്താണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശിവസേന ദക്ഷിണ ഭാരത ഓർഗനൈസിംഗ് സെക്രട്ടറി MS ഭുവനചന്ദ്രൻ ഭദ്രദീപം നൽകും. ശിവസേന കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. പാർട്ടിയുടെ സ്ഥാപക ദിനമായ ജൂൺ 19-ന് വിവിധ അനുസ്മരണ സംഘടനാ പരിപാടികളും നടക്കുമെന്ന് ശിവസേന കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശാന്താലയം ശശികുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് രാജധാനി, കൊല്ലം ജില്ലാ സെക്രട്ടറി വിനു പരവൂർ, യുവസേന സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വൈശാഖ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശിവാനന്ദൻ അഞ്ചൽ, സതീഷ് കരുനാഗപ്പള്ളി, ജില്ലാ ഓർഗനൈസർ അനു പരവൂർ, ജോയിന്റ് സെക്രട്ടറി ശ്യാംലാൽ, ജില്ലാ ട്രഷറർ വെളിയം ഷാജി എന്നിവർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നു, എങ്കിലും പ്രത്യേക ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണത്തോടുകൂടി പാർട്ടി വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ജൂൺ 19 നാളെ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ED പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് ED പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ റെയ്ഡ്. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ വരെ നീട്ടാൻ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ ഓടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിനുകളാണ് നീട്ടിയത്. ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് അപകടം. കൊല്ലം പരവൂർ ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. ബൈക്ക് യാത്രികൻ മരത്തിന്റെ അടിയിൽപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു.
ലോകഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക പ്രവർത്തനങ്ങളെയും പരീക്ഷാ നടത്തിപ്പിനെയും കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സർവകലാശാല അധികൃതർ. സർവകലാശാലയിലെ ഒരു പ്രോഗ്രാമുകൾക്കും സെമസ്റ്ററിലാകില്ല. അക്കാദമിക കലണ്ടർ പ്രകാരം പരീക്ഷകൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും സർവകലാശാല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.